ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. ഞാൻ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ബാക്കിൽ നല്ല അടിപൊളി ഒരു മുതൽ കിടപ്പുണ്ട്. സോ അതിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എഫോർട്ട് എടുത്തിട്ട് ഇവിടെ വരെ വന്നത്. നമുക്ക് ഇന്നലെ ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം തീർന്ന് നമ്മൾ ഈ വണ്ടി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവസാനത്തെ നിമിഷം ഈ ഒരു വണ്ടി നമുക്കിട്ട് പണി തന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫുട്ടേജ് ഫുള്ളായിട്ടൊന്ന് പാളിപ്പോയി. അപ്പം അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഞാൻ ഇന്നലെ കയ്യിൽ വെച്ചു. ഇന്നിപ്പം അടുത്തൊരു 30-35 കിലോമീറ്ററോട് ഓടിച്ചു. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു റിവ്യൂ എന്ന് നമുക്ക് പറയാം ഈ ഒരു റിവ്യൂവിനെ. കാരണം ഈ ഒരു വണ്ടി ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഒരു 100 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട്, ഇന്നലെ ഇന്നും കൂടായിട്ട്. അപ്പം ഇതിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്ന വശങ്ങളും പോരായ്മകളും എല്ലാം എനിക്കറിയാം. സോ നമുക്ക് നൈസായിട്ടൊരു റിവ്യൂ അങ്ങ് കാഴ്ചയാക്കാമെന്ന് വെച്ചു. ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ സെൻറ്റ് മേരീസ് മോട്ടോഴ്സ് റോയൽ എൻഫീൽഡ് തിരുവല്ല അവരാണ് എനിക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തത്. നല്ല അടിപൊളി ഒരു കളർ, അതായത് ഈ ഒരു സ്ക്രാം 440 ഈ ഒരു സ്പോക്ക് വീൽ വരുന്നൊരു വേരിയൻറ്റിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. നല്ല നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 411 440 അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനാണ് ഫസ്റ്റ് മാറ്റം. എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. 411 എന്നുള്ളത് 440 430 സംതിങ് ഉണ്ട്. ആ കറക്റ്റ് പവർ ഫിഗേഴ്സ് ഞാനിവിടെ എഴുതി വെച്ചേക്കാം. കാരണം നമ്മൾ പവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവ്യൂ അല്ലല്ലോ എടുക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് കാര്യങ്ങൾ എന്നുള്ള ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടല്ലേ നമ്മൾ റിവ്യൂ എടുക്കാറുള്ളത് മെയിനായിട്ടും. സോ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അലോയ് വീൽസിലും ഈ വാഹനം കിട്ടും. പിന്നെ സ്പോക്ക് വീൽസിലും ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ആക്ച്വലി ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് ടോപ്പ് വേരിയൻറ്റിനെക്കാട്ടി കുറച്ചുകൂടെ ലുക്ക്. കാരണം സ്പോക്ക് വീലൊക്കെ ഇടുമ്പോഴാണ് ഈ ഒരു വണ്ടിയിൽ കുറച്ചുകൂടെ ലുക്ക് കിട്ടുന്നത്. പക്ഷേ ട്യൂബ്ലെസ് ടയർ ഇതിന് മാത്രമേ വരുന്നുള്ളൂ, മറ്റേത് ട്യൂബ് ടയറാണ് വരുന്നത്. സിയാറ്റിൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100 90 19 ഫ്രണ്ട് ടയറിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഞാൻ ഒന്നും എടുത്ത് പറഞ്ഞേക്കാം. ബ്രേക്കിംഗ് ഈ വണ്ടിയുടെ ഒരു മിക്സഡ് അഭിപ്രായമാണ് എനിക്കുള്ളത്. ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, വിത്ത് ABS അടിപൊളിയാണ് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത്. പക്ഷേ റിയർ ബ്രേക്ക് ചവിട്ടിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ മിക്കവാറും ഇതിൻ്റെ സർവീസ് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് പാഡ് പോയി കിടക്കുകയാണ്, തീർന്നു കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചവിട്ടിയിട്ട് എനിക്ക് വലിയൊരു റെസ്പോൺസീവായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ഒന്നും എനിക്ക് ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു പെയിൻറ്റ് ജോബ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല മാറ്റ് ഫിനിഷിലാണ് പെയിൻറ്റ് ജോബ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലം പെയിൻറ്റിങ്ങാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് ബാക്ക് ടയറിൻ്റെ കാര്യമാണ്. ബാക്ക് ടയർ അത്യാവശ്യം സൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായിട്ടുള്ള അടിപൊളി ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. 120 90 17 ഈ ഒരു വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഡിസ്കിൻ്റെ സൈസൊക്കെ ഇവിടെ എഴുതി വരും. അതൊക്കെ നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ സൈസും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു പോരായ്മ എനിക്ക് പേഴ്സണലി തോന്നിയത്, എൻ്റെ കാലെന്ന് പറയുന്നത് ഇത്രയും വലുതാണ്, ഈ ഒരു സാധനം ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ചവിട്ടുമ്പോൾ പലപ്പോഴും എനിക്ക് ഇവിടെ കയറി ചവിട്ടുന്നൊരു ഫീൽ വന്നിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് ചവിട്ടാൻ പറ്റാത്തൊരു ഫീൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഫീൽസ് ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഇനി വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുറച്ച് നല്ലതായിട്ട് പൊടിയും ചൊളിയൊക്കെ ഉണ്ട്. കാരണം നല്ല രീതിയിൽ റെഫ്യൂസ് ചെയ്തു ഈ ഒരു വണ്ടി ഞാൻ. അപ്പം നമ്മൾ മാക്സിമം ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യണമല്ലോ, അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹിമാലയൻ 411 കണ്ടുവന്നിരിക്കുന്ന ഏകദേശം സെയിം ഡിസൈനിലുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ഓഫ് റോഡിന് ചാടിച്ചു കഴിഞ്ഞാലും ഒന്നും പറ്റാനില്ല. പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ മോണോഷോക്ക് അടിപൊളിയാണ്. നമ്മുടെ ഹിമാലയനിൽ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഫീലിംഗ്, പഴയ ഹിമാലയൻ്റെ ആ ഒരു ഫീലിംഗ് ഈ ഒരു സസ്പെൻഷന് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ഫോക്കാണ്. ഹിമാലയൻ്റെ അത്ര ഇല്ല, കുറച്ചിട്ടുണ്ട്. അതുപോലെ ടയർ സൈസും കുറച്ച്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രാം 440 എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല മഞ്ഞ കളറിൽ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനോട് കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, നല്ല രസമുണ്ട്. ഈ റോയൽ എൻഫീൽഡ് RO എന്ന് എഴുതിയിരിക്കുന്നത് ബാക്കി കുറച്ച് സ്ക്രാമിൻ്റെ മോഡലുകളിൽ ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു മോഡലിൽ അത്യാവശ്യം നല്ല, അധികം നമ്മൾ അറിയുന്നില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആ ഒരു വൃത്തികേടങ്ങ് മാറി കിട്ടി. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഇവിടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും. ആക്ച്വലി ഈ ഒരു എഴുത്ത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരും. മൈലേജും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്കൊരു 30-31 കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയിൽ. കാരണം 300 രൂപയ്ക്ക് അടിച്ചിട്ട് ഇതുവരെ പെട്രോൾ തീർന്നിട്ടില്ല, നൈസായിട്ട് ഓടുന്നുണ്ട്. 30-31 ഞാൻ ജസ്റ്റ് ഒരു ഗസ് പറഞ്ഞാണേ, ഒരു കിലോമീറ്ററും ഇതും എല്ലാം കൂടെ വെച്ചിട്ടൊരു ഗസ് പറഞ്ഞതാണ്. എന്തായാലും പെട്രോൾ തീർന്നിട്ടില്ല. പിന്നെ ടെയിൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഹിമാലയന് മറ്റേ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ലഗേജൊക്കെ വെക്കാനായിട്ട്, അത് ഇതിനില്ല. ഈ ലൈറ്റിൻ്റെ ഡിസൈനിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പൊസിഷനിങ്ങിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗവും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, പക്ഷേ അടുത്തൊന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മറ്റേ ഹിമാലയൻ അല്ലെങ്കിൽ സ്ക്രാം അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ബ്രഷ്ഡ്, നല്ല അടിപൊളി റബ്ബർ ബുഷൊക്കെ കൊടുത്തിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ ഫുഡ് പെഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് സീറ്റ് അത്യാവശ്യം
ഒരു നല്ല ഇച്ചിരി കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ഇതിലിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ കയറിയിരിക്കാം, ഇവിടെ ഇരിക്കാം. ഇത്രയും ഇങ്ങോട്ട് ആഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം ഒരു കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങനെ കയറിയിട്ട് ഇച്ചിരി കൂടി ഇങ്ങോട്ട് എക്സ്പൾസിൻ്റെ പോലെ ഫ്രണ്ടിലോട്ട് വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു പിലിയൻ കംഫർട്ട് കിട്ടിയാണെന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, ആരും തെറി പറയാൻ നിൽക്കേണ്ട. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻജിൻ ഭയങ്കരമായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട്, അത് ഉള്ളതാണ്. നമ്മുടെ 411 സ്ക്രാമിൻ്റെ റിവ്യൂ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പം നിങ്ങൾക്ക് എന്തായാലും കാര്യം മനസ്സിലാവും. നല്ല റിഫൈൻഡാണ്, നല്ല അടിപൊളി ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ചെറുതായിട്ട് ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് ഭാഗത്ത് മീൻസ് ക്ലച്ച് ലൈറ്റാണ്, പക്ഷേ ക്ലച്ച് ഗിയർ മാറി കഴിയുമ്പോഴത്തേക്കൊരു ഒരുമാതിരി ഒരു നോയ്സ് എൻജിൻ ഭാഗത്തു നിന്ന്, അതായത് ആ ക്ലച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുമാതിരി ഒരു നോയ്സ് വരുന്നുണ്ട്. ആ ഒരു നോയ്സ് എന്താണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഷോർട്സ് മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത സമയത്തും എനിക്ക് ഈ ഒരു സൗണ്ട് തോന്നിയിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള LED ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ വരുന്ന അതേ സാധനം. പിന്നെ ഈ കവറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഇവിടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് ചെളി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പ്ലാസ്റ്റിക്കാണ്, നോട്ട് എ മെറ്റൽ. ഇവർ ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ മെറ്റൽ പാർട്സ് അധികം കുറച്ചിട്ട് പ്ലാസ്റ്റിക് പാർട്സ് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്. കംപ്ലീറ്റ് ഒരു വെയിറ്റ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് പ്ലാസ്റ്റിക് പാർട്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. ഫുള്ളി ഷാസി അടക്കം ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു, എൻജിൻ അടക്കം ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും നമുക്ക് ആ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. സോ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിറേഴ്സ് കാര്യങ്ങളൊക്കെ, വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ ഓടിച്ചപ്പോൾ പറഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല, നല്ല കിടിലൻ വിസിബിലിറ്റിയാണ്. വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഹാൻഡിൽ ബാറിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്, ഫുഡ് പെഗിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഈ മഴയത്ത് തന്നെ എനിക്ക് അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലല്ല, നമുക്ക് അൺസഹിക്കബിളായിട്ടുള്ളൊരു സെറ്റപ്പല്ല, എന്നാലും എനിക്കൊരു അത്യാവശ്യം ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അനുഭവപ്പെട്ടു ഈ ഒരു വണ്ടിയിൽ നിന്ന്. സോ അതെടുത്ത് പറയണമല്ലോ നമ്മൾ. അതൊക്കെ നമുക്ക് സഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. കാരണം ഇത്രയും ഒരു മികച്ച പ്രൈസ് റേഞ്ച് ഞാൻ പറയാവേ, ഇത്രയും മികച്ചൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന, ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി വേറെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലില്ല. അത് ഇത്രയും റിലയബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി സർവീസ് സെൻറ്റേഴ്സൊക്കെ ഉള്ള ഒരു വണ്ടി. അപ്പം വണ്ടി എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബുക്കിംഗ് റെഡിലി അവൈലബിൾ വണ്ടികൾ കിടപ്പുണ്ട് നമ്മുടെ സെൻറ്റ് മേരീസ് മോട്ടോഴ്സ് തിരുവല്ലയിൽ. അവരുടെ നമ്പർ ഞാൻ ഒന്നെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടേക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അവരുടെ നമ്പർ കാണും. നിങ്ങൾ ജസ്റ്റ് വിളിക്കാം. അവരോട് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ എൻ്റെ ചാനലിൽ കിടക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ കംപ്ലീറ്റ് വീഡിയോസിൽ മുക്കാൽ ഭാഗവും ഇവർ തന്ന വണ്ടികൾ കൊണ്ടാണ്. ഇവരെന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നിങ്ങളെ ഇവർ എത്രമാത്രം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം എനിക്ക് വണ്ടി തന്നിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എനിക്ക് പണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഇവർ വണ്ടി തന്നിട്ടുണ്ട്. ഇവർക്ക് അതുകൊണ്ട് ഒരു നേട്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളുടെ വീഡിയോ കൂടി വന്നാൽ 600 പേര് 700 പേര് കാണും. അത് ഇവിടുത്തുകാരായിരിക്കുന്നതെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അവർ ഇത്ര എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ ഒരു കസ്റ്റമറായിട്ട് ചെല്ലുമ്പം ഇവർ സഹായിക്കില്ല? നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് കേട്ടോ, എല്ലാവരും പറയുന്നുണ്ട് അതിനെപ്പറ്റി. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ റേഡിയേറ്റർ പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ്, എയർ ഓയിൽ കൂൾഡ്. പിന്നെ ഷാസി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഷാസിയാണ് വരുന്നത്. അതിന് കവറൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ ഈ വണ്ടിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ചെയിൻ്റെ ഭാഗം, സർവീസിൻ്റെ ഭാഗം ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, റോയൽ എൻഫീൽഡിൽ വൺസ് ഇൻ 5000 കിലോമീറ്റർ സർവീസ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതായത് കമ്പനി സർവീസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത്രയൊക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ബുള്ളറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ഭയങ്കര വിഷയമായിരിക്കും, റോയൽ എൻഫീൽഡിൻ്റെ കമ്പനി സാധനം. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ റോൾ ഓണിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നതായിട്ട് എനിക്ക് ബുള്ളറ്റിന് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിമാലയനോ പഴയ സ്ക്രാമോ ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്ന പോരായ്മകൾ, എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും നിങ്ങൾ തെറി പറയാനൊന്നും പോകുന്നില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനൂടെ മനസ്സിലാവുമല്ലോ ഇത്തരം കാര്യങ്ങൾ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരു മടിയും വിചാരിക്കേണ്ട. നല്ല മഴയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോട്ട് വിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഈ സാധനം ഇട്ടുണ്ട് നിന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം കമൻറ്റ് ചെയ്യാനുള്ള ഒരു മടിയും വേണ്ട, ലൈക്ക് ചെയ്യാനുള്ള ഒരു മടിയും വേണ്ട. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വണ്ടീനെ പറ്റി കമൻറ്റ് ചെയ്യണമെങ്കിലും അത് നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് അത് വരുന്ന പലരും ഉണ്ടാവും. വണ്ടീനെ പറ്റി ഒരു കിഴങ്ങ് അറിയത്തില്ലാതെ വരുന്നവരുണ്ടാവും, വണ്ടീനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവരും ഉണ്ടാവും. അപ്പം
വണ്ടിനെ പറ്റി അറിയാവുന്നവർ ഇതിനകത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒന്നും അറിയത്തില്ലാത്ത കുറച്ച് പേര് ഈ വണ്ടി എടുക്കാൻ നിൽപ്പുണ്ടായിരിക്കും, അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വില കാര്യങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഇപ്പം ചാടി കയറി വണ്ടി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ടയറിനൊരു 3000 രൂപ 3500 രൂപ വരും എന്നറിയുമ്പോഴത്തേക്കും അവിടെ ആയിരിക്കും അവന് പണി പാളിയെന്ന് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇതിനകത്ത് ഈ വണ്ടിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ്സ് ആയിക്കോട്ടെ നെഗറ്റീവ്സ് ആയിക്കോട്ടെ. പിന്നെ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ചെറിയൊരു ഇത് ഇവരെ ഒട്ടിച്ച് വന്നാൽ എനിക്ക് തോന്നുന്നത് മേഡിലേക്ക് ഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ എസ്തറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പിന്നെ ഓടിച്ച് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്ത് കയറ്റിയേക്കാം. പിന്നെ ഇതിൻ്റെ മീറ്ററിലേക്ക് വരുമ്പം ഡിജിറ്റൽ അനലോഗ് സാധനമാണ്. അതിനകത്ത് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമർ ഉണ്ട്, പിന്നെ ഓഡോമീറ്റർ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ABSൻ്റെ വാർണിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻജിൻ വാർണിംഗ് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇത് ഞാൻ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പ് ഇത് എങ്ങനെ നിന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി കുറച്ചുകൂടെ പെട്രോൾ അടിച്ച് നോക്കണം, വല്ല മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ മാത്രം അങ്ങോട്ട് മര്യാദയ്ക്ക് അങ്ങ് വർക്കാവുന്നില്ല. നമ്മൾ എന്തടിച്ചാലും ഇതിനകത്ത് പെട്രോൾ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അത് മൈലേജിൻ്റെ ആണോ ഫ്യൂവലിൻ്റെ ആണോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പെട്രോൾ ഞാൻ ടാങ്ക് തുറന്നിട്ട് കുലുക്കി നോക്കി കഴിയുമ്പോഴത്തേക്കും പെട്രോളുണ്ട്, പെട്രോളിൻ്റെ അല്ല. അപ്പം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ അടിച്ചു പോയതാണ്. എൻഫീൽഡിൻ്റെ മിക്ക ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഈ ഒരു പണി തരുന്നതാണ്. പിന്നെ പണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലാതെ ബുള്ളറ്റ് വരെ ഇറക്കിയ ടീമാണ്. ഇപ്പം ഇതെങ്കിലും വെക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, ബാക്ക് ബ്രേക്ക് വലിയ ഗുണമില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടീനെ പറ്റിയിട്ട് മൊത്തത്തിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരുന്നതായിരിക്കുമേ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ റോയൽ എൻഫീൽഡ് സെൻറ്റ് മേരീസ് തിരുവല്ല അവിടെ ചെല്ലുക. നല്ല അടിപൊളി സഹകരണമാണ്. അവിടെ ചെന്നിട്ട് ചാക്കോ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, പുള്ളിനെ കണ്ടാൽ മതി. എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹിമാലയൻ 440യുടെ വിശേഷങ്ങൾ. ഞാൻ വോയിസ് ഓവർ ചെയ്ത് അല്ലെങ്കിൽ കയറ്റാൻ കുറേ വിഷ്വൽസ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ ത്രൂ വോയിസ് ഞാൻ കൊടുത്തായിരുന്നു, പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കിട്ടിയാൽ അത് ഞാൻ ഇടാം, കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിൽ വോയിസ് ഓവർ ചെയ്ത് കയറ്റി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഈ ഒരു ഓട്ടോമൊബൈൽ ചാനൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കി അങ്ങനെ യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ അല്ല. ഞാനൊരു എഞ്ചിനീയറാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി ഉള്ളൊരു ജോലിയുണ്ട്. പിന്നെ കുറച്ച് സൈഡ് ഹസിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ എനിക്കിതിനോടൊരു പാഷനാണ് വണ്ടികൾ, പ്രത്യേകിച്ച് ബൈക്സ് ആൻഡ് കാഴ്സിനെക്കാട്ടി കൂടുതൽ ബൈക്സ്. അപ്പോൾ എനിക്ക് ഓട്ടോമൊബൈൽ രംഗത്ത് കുറച്ച് പേരെങ്കിലും അറിയപ്പെടുന്ന, കുറച്ച് പേർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്. 7 വർഷം കൊണ്ടായി ചാനൽ. പക്ഷേ വീഡിയോസ് നമ്മൾ മടിയാണ്, നമുക്ക് തോന്നുമ്പോൾ മാത്രം നമ്മൾ വീഡിയോ ഇടുള്ളൂ. അത് അഹങ്കാരമായിട്ട് പറഞ്ഞല്ല, നമുക്ക് സമയം കിട്ടാറില്ല, ജോലിയുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടാറില്ല. അപ്പം സമയം കിട്ടുമ്പോഴും വണ്ടി കിട്ടുമ്പോഴും ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. ടോട്ടൽ 100-110 വീഡിയോസേ ഉള്ളൂ. 31,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നിങ്ങളെന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ചാനലിനോട് കുറച്ചുകൂടെ ഒരു എമ്പതി ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ചാനലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിതിനകത്ത് മറ്റേ ലാഭ വിചാരങ്ങളൊന്നുമില്ല. ഇപ്പം യൂട്യൂബ് കൊണ്ട് കാശുകാരനാവാന്നുള്ള ഒരു വ്യാമോഹം എനിക്കില്ല, അത് നടക്കത്തില്ലെന്നും എനിക്കറിയാം. സോ കുറച്ച് പേര് എന്നെ ഈ ഒരു മേഖലയിൽ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ അവർ ഇവൻറ്റ്സ് ഒക്കെ നടത്തുമല്ലോ, ഓരോ യൂട്യൂബേഴ്സ്, വലിയ യൂട്യൂബേഴ്സൊക്കെ ഇവൻറ്റ്സിന് മുമ്പും എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ഇവൻറ്റിന് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റണമെന്ന്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ പോകുന്നത്. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പറ്റുവാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഇസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ വണ്ടീനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫെല്ലോ മെമ്പേഴ്സ്, അതായത് ചാനലിൽ ഇനിയും വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് എഴുതിയിടുക. പിന്നെ നിങ്ങൾ വേറെ ഏതൊക്കെ വണ്ടിയുടെ റിവ്യൂ ആണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതും ജസ്റ്റ് ചാനലിലൊന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. Thank you so much for watching and subscribing. Show some love in the form of likes, shares, comments and subscription. Thank you so much. മഴ പോയി വെയിലും വന്നു നമ്മൾ വീഡിയോ തീർത്തപ്പോൾ.